ഗൈസ്, ദൃഢം ഷെയ്ൻ നിഗമാണ് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്ന മാർട്ടിൻ ജോസഫ്, നമ്മുടെ ജീത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് എന്തോ ആണ് പുള്ളീൻ്റെ ആദ്യത്തെ ചിത്രം. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ശൈലി അമ്മാതിരി എന്നെ മച്ചാൻ പകർത്തി വെച്ചിട്ടുണ്ട്. പടം തുടങ്ങുന്നിടത്തായാലും ചില സീൻസൊക്കെ ആയാലും ഈ ജിത്തു ജോസഫ് ലെവലിലൊരു മേക്കിംഗ് ഉണ്ട്. പലവരും അതിനെ സീരിയൽ ലെവൽ മേക്കിംഗ് എന്ന് പറയും, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത്ര എന്താ പറയുക, കൂറ സീരിയൽ പോലെ എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ ഒരു മേക്കിംഗ് ശൈലിനോട് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ട്, എനിക്ക് ഒരു ഇഷ്ടമുള്ളതാണ്. ഇതൊരു കൂമൻ ലെവൽ മേക്കിംഗ് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അങ്ങനെ പോകുന്നൊരു സിനിമ. മാർട്ടിൻ ജോസഫാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ലിൻഡോ ദേവസ്യ ആൻഡ് ജോമോൻ ജോൺ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവർ ഷെയ്ൻ നിഗം, നമ്മുടെ ശോഭി തിലകൻ, ദിനേശ് പ്രഭാകർ, പ്രശാന്ത് മുരളി, കൃഷ്ണപ്രഭ, കോട്ടയം രമേശ്, പിന്നെ ആരാണ്, ബിറ്റോ ഡേവിസ്, നമ്മുടെ മറ്റേ അങ്കവാലി ഡയറീസിലൊക്കെ ഉള്ള ആ ചേട്ടൻ, നന്ദനുണ്ണി, അഭിഷേക് രവീന്ദ്രൻ, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഒരു പുതിയ നടിയുണ്ട് കേട്ടോ, സാനിയ ഫാത്തിമ. അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് മുകേഷ് ആർ മേത്ത, ജീത്തു ജോസഫ്, CV സാരഥി, കത്തീന ആൻഡ് ജീത്തു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജീത്തു ജോസഫ് സാറിൻ്റെ മകളാണ്. മ്യൂസിക് ബൈ ശ്രീരാഗ് സജി, സിനിമാറ്റോഗ്രാഫി ബൈ PM ഉണ്ണികൃഷ്ണൻ. ക്ലൈമാക്സ് ഫൈറ്റ് കിടിലനായിട്ട് സിനിമാറ്റോഗ്രാഫർ ഒപ്പി വെച്ചിട്ടുണ്ട്. PM ഉണ്ണികൃഷ്ണൻ കിടിലൻ ക്ലൈമാക്സ് ഫൈറ്റ് ആയിരുന്നു ബ്രോ. എനിക്ക് ആ ഒരു പോർഷനാണ് ഞാൻ 100% ഗ്രിപ്ഡായിട്ടിരുന്ന് എണിച്ചിരുന്നൊന്ന് കണ്ടത്. അത്രയും നേരം ഒന്നും എന്താ പറയുക, ഒരു ഓടിഞ്ഞു തൂങ്ങിയിരുന്ന് കണ്ട ഒരു സെറ്റപ്പ് ആയിരുന്നു സിനിമ. പക്ഷെ ക്ലൈമാക്സ് ഫൈറ്റ് വേറെ ലെവൽ. ഷെയ്ൻ അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ പിന്നെന്താണ്, കോസ്റ്റ്യൂം ഡിസൈനർ ലേഖ മോഹൻ. കോസ്റ്റ്യൂം ഡിസൈനർ തന്നെ പോലീസുകാരുടെ പക്ക ഫിറ്റായിരുന്നു ഷെയ്ൻ. അത് ഞാൻ പറഞ്ഞു തരാം അതിലേക്ക്. പുള്ളിയുടെ ക്യാരക്ടർ ആർക്കിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. രതീഷ് വിജയനാണ് മേക്കപ്പ്. അങ്ങനെ ഇഷ്ടംപോലെ വിഷ്വൽ എഫക്ട്സ്, ടോണി മാഗ്നത്ത്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കുറേ പേരുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയുടെ. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഇടുക്കിയിലെ ഒരു റൂറൽ ഡിസ്ട്രിക്റ്റിലാണ്. അങ്ങോട്ടേക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിട്ട് ഷെയ്ൻ നിഗം പോവുകയാണ്. അപ്പോൾ പുള്ളി എന്ന് പറയാൻ ഭയങ്കര സൽസ്വഭാവി, ഭയങ്കര മാന്യൻ, ഭയങ്കര വിനയം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പോലീസ്. സത്യം പറഞ്ഞാൽ ഒരു പോലീസ് ആവാൻ എന്താ പറയുക, ബൈ ചാൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി വന്ന് പോലീസിലായത്. അത്ര എന്താ പറയുക, ഒരു ഊർജ്ജമില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഒരു കഥാപാത്രമാണ്. എല്ലാത്തിനും മറുപടി പറയാൻ പറ്റില്ല. ഇപ്പോൾ സബോർഡിനേറ്റ്സ് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവൻ വന്ന് കൈക്കൂലി തന്നു, അപ്പോൾ അത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. സബോർഡിനേറ്റ്സ് വല്ലതും, സർക്കാർ നമുക്ക് പൈസയൊന്നും തരുന്നില്ല സാർ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാൽ ശരിയാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ തലയാട്ടുന്ന ഒരു SI. പിന്നീട് എന്താണ് പറയുക, വേറെ വല്ല പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടായാൽ സബോർഡിനേറ്റ്സിൻ്റെ വാക്കും കേട്ടും ഇങ്ങനെ തലയാട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം. അത് മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. ത്രൂ ഔട്ട് പടം തുടക്കം തൊട്ട് എൻഡ് വരെ പുള്ളി ആ ഒരു ഫ്രഷറിൻ്റെ ആ ഒരു രീതി പുള്ളി കംപ്ലീറ്റ്ലി പിടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ ടു ബി ഓണസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, ഈ ദൃഢം എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ എനിക്ക് അത്ര വലിയ എന്താ പറയുക ആവരാതൊന്നും ആയിട്ട് തോന്നിയില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പുള്ളിയെ മറ്റേ ഹാല്, പിന്നെ മറ്റേ ആ ഒരു പാണ്ടിപ്പടം ഉണ്ടായിരുന്നില്ല, ഒരു അടിപ്പടം ബൾട്ടി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ എനിക്ക് വീക്കായിട്ടാണ് തോന്നിയത് എനിക്ക് പേഴ്സണലി. പിന്നെ ശോഭി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് ഏട്ടൻ, പിന്നെ ഈ കൃഷ്ണപ്രഭ, ഇവരെല്ലാവരും കോൺസ്റ്റബിൾസ്, ASI അങ്ങനത്തെ റോളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഒരു 5-6 പോലീസ്, 2 വനിതാ പോലീസും ബാക്കിയുള്ള ഒരു മെയിൽ പോലീസൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. അവിടെ അത്രയും നാള് കേസും പൊല്ലാപ്പോ ഒന്നുമില്ല. അവിടെ SIU ഇല്ല, CIU ഇല്ല, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ഒരു നാട്ടിൽ പുള്ളി വന്ന് ചാർജ് എടുക്കുമ്പോൾ തന്നെ കേസിൻ്റെ നൂലാമാലകൾ അങ്ങ് അഴിഞ്ഞു വരികയാണ്. മറ്റേ വെള്ളപ്പൊക്കം പോലെ കേസ്. ആദ്യം ഒരു മർഡർ ഉണ്ടാവുന്നു, പിന്നീട് ഒരു ബാങ്ക് റോബറി ഉണ്ടാവുന്നു, പിന്നീട് 2-3 മേർഡേഴ്സ് ഉണ്ടാവുന്നു. അങ്ങനെ പോകുന്ന ഒരു കഥയുടെ. അപ്പോൾ പടം തുടക്കമൊക്കെ ഫുള്ള് എന്താ പറയുക, ഇവരുടെ അതിവിനയം, ഒരു എന്താ പറയുക ഫീൽ ഗുഡ് രീതിയിൽ വനിതാ പോലീസിന് പുള്ളിനെ കാണുമ്പോൾ ക്രഷ് അടിക്കുന്നു. പിന്നീട് വനിതാ പോലീസ് മറ്റേ കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, പുള്ളി കാണുന്നു. പിന്നെ ഈ പോലീസുകാരുടെ വെള്ളമടി, അവിടെ പോകുമ്പോഴത്തേക്കും മറ്റേ വനിതാ പോലീസിൻ്റെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കണ്ടട്ടാ, ക്ലാസ് പുള്ളി ഷെയ്ൻ നിഗം വരുമ്പോഴത്തേക്കും ക്ലാസ് കണ്ടിട്ട് അയ്യോ സാറ് കണ്ടോ, ആ ഒരു മോഡിലൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ തുടക്കത്തെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു പോയി. പിന്നെ
ഓരോ പരിപാടി അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും പടത്തിലോട്ട് അങ്ങ് നമുക്ക് ഇൻവോൾവ് ആയിരിക്കാം. പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സിനിമ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറെ അനാവശ്യ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ 2 മണിക്കൂർ സിനിമയിൽ പോലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ബോറടിച്ചു, ലാഗ് അടിച്ച്. ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താ പറയാ അത്ര ഹെവി ഇന്റൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എന്തെങ്കിലും ഒരു സ്റ്റോറിക്ക് ഒരു മെച്ചം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള എന്താ പറയാ ഒരു ഇന്റർവെൽ പഞ്ചും ഒരു ഇന്റർവെൽ ബ്ലോക്കും അങ്ങനെ കൊണ്ട് നിർത്തുന്നു. അവരുടെ കഥാപാത്രങ്ങളൊക്കെ പല വഴിക്കും പല രീതിയിൽ സഞ്ചരിക്കുന്നു. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി ശോഭി തിലകനായാലും ഇവരെല്ലാവരും ഇങ്ങനെ അഭിനയിക്കാൻ റെഡി ആയിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഒരു സാധനം ഡെലിവർ ആവണതിന് മുമ്പേ ഇവരങ്ങ് അതിവിനയവും അങ്ങ് അഭിനയിച്ച് അങ്ങ് തള്ളുകയാണ്. ഇവരെല്ലാം ഒരു മീറ്റർ പിടിച്ചാൽ കുഴപ്പമില്ല. ഇവരൊക്കെ ഈ ഷെയ്നികത്തിന്റെ കാര്യം ഞാൻ പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ആ ഒരു പ്രഷറിന്റെ ആ ഒരു വൈബ് കറക്റ്റായിട്ട് അവർ പുള്ളി പിടിച്ചു വരുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് കാണിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ആർക്കും ആ ഒരു പെർഫോമൻസിൽ നോക്കുമ്പോഴത്തേക്കും അവരാരും ഒരു മെച്ചമില്ലടേ. എല്ലാവരും ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നു, അതങ്ങ് പറഞ്ഞു തീർക്കുന്നു. അല്ലാതെ നമുക്ക് എന്താ പറയാ ഒരു ഫ്ലോയോ ഒരു എന്താ പറയാ എന്താ പറയാ ഒരു വല്യേട്ടന്റെ കുടുംബമൊക്കെ പോലെ എല്ലാവരും കൃഷ്ണേട്ട ബാലേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണ ഒരു പോലീസ് സ്റ്റേഷനും അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഈ മറ്റേ നമ്മുടെ ഈ സിനിമ ഉള്ളൊഴുക്കിലൊക്കെ ഉള്ള മറ്റേ മച്ചാനില്ലേ പ്രശാന്ത് പുള്ളിൻ്റെയൊക്കെ എന്താ ആവശ്യമായിരുന്നു സിനിമയിൽ? ചുമ്മാ ഒരു ഫിനാൻസ് അതിൻ്റെ അടുത്തുള്ള ശത്രുത എന്നൊക്കെ പറഞ്ഞ് ഫിനാൻസ് മുതലാളിനെ കൊല്ലാൻ വരുന്നു. അതിൻ്റെയൊക്കെ എന്താ ആവശ്യമായിരുന്നു? ആ പടത്തിന്റെ കേസിൽ വല്ല ലീഡുണ്ടോ അതിന്? ആ ബാങ്ക് റോബറിയിൽ ഈ ബാങ്ക് റോബറി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എത്ര പോയി എന്നുള്ളതിന് കുറച്ചുകൂടി കയറ്റി വെക്കും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി. അതൊക്കെ പിന്നെയും പണ്ടെന്നും കാണ്ടോ കഴിഞ്ഞൊരു സാധനം പിന്നെയും പൊടിയെട്ടിയെടുത്ത് അവിടേക്കാണ് സെക്കൻഡ് ഹാഫിൽ ഒരു പ്രശ്നം വന്നത്. ഈ സിനിമേന്റെ മേജർ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ അനാവശ്യമായിട്ടുള്ള പ്രശാന്ത് മുരളി സീൻ, ഈ ലോക്കർ സെറ്റപ്പ് ആ പരിപാടി അതൊക്കെ കാണിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരാളെ തപ്പി പോകണ്ടേ എന്താണ് ഏതോ ഹെഡ്ലൈറ്റ് എറിഞ്ഞ് പൊട്ടിച്ച് 2 മാസം മാറിയതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തൊലിഞ്ഞ സീൻ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നാ എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ പെർഫോമൻസ് അതാണ് ഈ സിനിമേന്റെ എന്താ പറയാ കുറച്ച് ഡൗൺഫോള് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ആക്ട് ഫസ്റ്റ് ആക്ട് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ആക്ട് ശോകമായിരുന്നു. തേർഡ് ആക്ടിലോട്ട് സിനിമ എത്തിയപ്പോഴത്തേക്കും പൊളി. അത് ആ ട്വിസ്റ്റിന്റെ കാര്യമില്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയാമല്ലോ, ആ ട്വിസ്റ്റ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തതാണ്. ആ ഒരു ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് വേണ്ടത്രത്തോളം ക്യാരക്ടേഴ്സ് ഇല്ല, അധികം സംഭാഷണ രംഗങ്ങളില്ല. നമുക്ക് എന്താ പറയാ ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്ക് അത്ര സസ്പീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും സിനിമയിലില്ല. അവനായിരിക്കാം, അവൻ ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ടാവാം, അവൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പറയാനുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി പോവുക എന്നുള്ളൂ. ഈ സിനിമയിലെ ഇപ്പൊ ഞാൻ പറയുന്നത് ഈ 2-3 കഥാപാത്രങ്ങളൊക്കെ ഒന്ന് വന്ന് അഴിയുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പൊ അവിടെ കാണുമ്പോൾ നമുക്ക് പറ്റില്ല യവന്മാരൊന്നും അല്ല, ഇത് ഇങ്ങനെയാണ്. പിന്നെ സ്റ്റോറി ഒന്ന് അൺവീലായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ക്ലൈമാക്സ് ഇനി ഏത് റേഞ്ചിലാണ് എത്തുന്നത്. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടെങ്കിൽ അത് അവർ ഏത് രീതിയിലാണ് കൊറിയോഗ്രാഫ് ചെയ്യുന്നത്, ആരൊക്കെ എങ്ങനെയാണ് അതിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺവീൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാര്യം മനസ്സിലായി. ഒരുവിധ സിനിമകളൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ട് എടുത്തൊരു ത്രില്ലർ പടം എന്ന് വെച്ചാൽ സാധാരണക്കാർക്കൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഇത്രയും സ്പൂൺ ഫീഡിങ്ങിന്റെ ആവശ്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 5-ാം വായനയൊക്കെ പച്ചവെള്ളം പോലെ ഡൈല്യൂട്ട് ചെയ്ത് കുടിച്ചവന്മാരാണ് നമ്മൾ മലയാളികൾ. അങ്ങനത്തെ നമുക്ക് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ത്രില്ലർ പടം ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയാമല്ലോ, തേർഡ് ആക്ട് വാസ് എൻഗേജിങ്, ഗ്രിപ്പിങ്. ആ ഫൈറ്റ് സീക്വൻസും ആ ക്ലൈമാക്സിന്റെ ആ സമയത്തുള്ള അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തോന്നി. അല്ലാത്ത പക്ഷം പടം എന്താ പറയുക, ചുമ്മാ കണ്ടിരിക്കാം, ഒരു 1 ടൈം വാച്ച് എക്സ്പീരിയൻസ്. അത്ര എനിക്ക് ദൃഢം എന്നുള്ള സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. ജിത്തു ജോസഫ് സ്കൂളിൽ നിന്ന് വന്ന എന്താ പറയുക അസോസിയേറ്റിന് അടുത്ത സിനിമകൾ നല്ലോണം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല ആക്ടേഴ്സ് ഡേറ്റ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ് ഗൈസ്. ഇന്ന് ദൃശ്യം 3ന്റെ ട്രെയിലർ വരും. അടുത്ത ആഴ്ച അതിരടി, കറുപ്പ്, പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച ദൃശ്യം, പിന്നെ കാട്ടാളൻ, അവസാനം ജനനായകൻ, അണ്ണൻ വരാർ.